ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കറും അർച്ചനയും സംസാരിച്ചു നിൽക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട്. എന്നാൽ വിജയ് ശങ്കർ എന്താണ് പറയുന്നതെന്നറിയാൻ ചന്ദ്ര അതൊന്നും മിണ്ടാതെ കണ്ട ഭാവം പോലും നടിക്കാതെ വിജയ് ശങ്കറിനോട് അങ്ങനെ സംസാരിക്കുകയാണ്. വിജയ് ശങ്കർ ആണെങ്കിൽ താൻ അർച്ചനയോടാണ് സംസാരിച്ചതെന്ന് ചന്ദ്രയോട് പറയുന്നുമില്ല. അത് കേട്ട് ചന്ദ്രയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വിജയ് ശങ്കറിനോട് സംസാരിച്ചതിനു ശേഷം ചന്ദ്രയും ലാലിയും കൂടി ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. ചന്ദ്ര എന്നിട്ട് ലാലിയോട് പറയുന്നുണ്ട്, അർച്ചനയോടുള്ള വിജയേട്ടൻ്റെ ഇപ്പോഴത്തെ സമീപനമാണ് പ്രശ്നം. ഇതെന്തായാലും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണിത്. ആദ്യമെല്ലാം വിജയേട്ടൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാം അഭിനയമാണെന്നാണ് ഞാനും മോളും വിശ്വസിച്ചിരുന്നത്. എന്നെയും മോളെയും വിജയേട്ടൻ അത്രമാത്രം വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞ്. ഇതെല്ലാം ഞാൻ കരുതിയത് അർച്ചനയെ തകർക്കാനുള്ള വിജയേട്ടൻ്റെ പ്ലാനാണ് ഇതെല്ലാം എന്നാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. വീണ്ടും മുൻഭാര്യയുടെ അടുത്തേക്ക് വിജയേട്ടന് ചായ്വ് തോന്നി തുടങ്ങുകയാണ്. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അവരങ്ങനെ ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇതെങ്ങനെയെങ്കിലും തടയിടണം. ഇതിനുവേണ്ടി ഞാൻ ഇനി എന്തും ചെയ്യും എന്നങ്ങനെ ചന്ദ്ര ലാലിയോട് പറയാണ്. പിന്നീട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ അർച്ചന നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്നാൽ അവിടെ വെച്ച് കാണുന്ന കാഴ്ച കണ്ട് അർച്ചനയ്ക്ക് സഹിക്കാനാവുന്നില്ല. കാഴ്ച കണ്ട് അച്ചുവിനോട് അർച്ചനയ്ക്ക് അടങ്ങാത്ത ദേഷ്യം വരികയാണ്. അച്ചു ഒരു പ്രതിയെ കൂമ്പിനിട്ട് ഇടിക്കുകയാണ്. ഇത് കണ്ട് അർച്ചനയ്ക്ക് സഹിക്കാനാവാതെ പോയി അച്ചുവിനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അച്ചൂടാ നിർത്ത് എന്ന് പറയാണ്. അച്ചു അപ്പം അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അർച്ചനയെ കാണുകയാണ്. അങ്ങനെ അച്ചുവിന്റെ ആ പ്രവൃത്തി കണ്ട് അവിടെയുള്ള പോലീസുകാരുടെ മുന്നിലെല്ലാം വെച്ച് അർച്ചന അങ്ങനെ അച്ചുവിനോട് പറയുന്നുണ്ട്, നീ ഇയാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ തല്ലും. യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തല്ലിയതിന് വെച്ച് ചിലപ്പോ സ്വന്തം ചേച്ചിയെ നീ കൈവിലങ്ങ് വെക്കേണ്ടി വരും. അത് വേണോ? ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണ്ടെങ്കിൽ നീ അയാളെ ഇപ്പൊ വിടണം. ഒരു പ്രതിയോട് പോലും നീ ഇങ്ങനെയെല്ലാം ചെയ്യരുത് എന്ന് അച്ഛൻ അങ്ങനെ അച്ചുവിനോട് തുറന്നടിച്ച് പറയുകയാണ്. ഇത് കേട്ട് അച്ചു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.